വേഗം കയറി. ആ നിക്ക് നിക്ക്. ഈ ട്രീസ കൂടുതലും നീ അല്ലേ ഫ്രൈഡേയിൽ ഔട്ടിങ്ങിന് പോകുമ്പോൾ സ്കൂട്ടിയിൽ ഡ്രൈവ് ചെയ്യുന്നേ? എന്നിട്ട് നീ എന്താ ഇന്ന് വീട്ടിൽ നിന്ന് സ്കൂട്ടി എടുത്തുകൊണ്ട് വരാനേ? എനിക്കാണെങ്കിൽ സ്കൂട്ടി ഓടിക്കാൻ മടിയാ. നീ എന്തിനാ വീട്ടിൽ നിന്ന് സ്കൂട്ടി എടുത്തുകൊണ്ട് വരാതിരുന്നേ? ഇനിയിപ്പോൾ ഞാൻ തന്നെ ഇവിടുത്തെ സ്കൂട്ടിയിൽ ഡ്രൈവ് ചെയ്യണ്ടേ? അത് പിന്നെ എനിക്കും സ്കൂട്ടി ഓടിക്കാൻ മടിയായതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്കൂട്ടി വീട്ടിൽ തന്നെ വെച്ചിട്ട് വന്നേ. എന്നിട്ട് നിന്റെ സ്കൂട്ടി ഇവിടുന്ന് എടുപ്പിച്ച് നിന്നെ കൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യിപ്പിച്ചത് നിന്റെ സ്കൂട്ടിയിൽ. ഒരു മഹാഭാവിദ്രോഹി. അതൊക്കെ അറിയിക്കട്ടെ, ഇത് സമയം പോകുന്നു. വേഗം ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കടി. വില്ലേജിൽ നിന്ന് ഇനിയിപ്പോൾ ഒരു 5-4 കിലോമീറ്റർ എങ്കിലും ഇല്ലേ? അത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി സമയമാവും. വേഗം. അത് ശരിയാണല്ലോ. വാ പേടിച്ചിരുന്നാണ് നീ പറഞ്ഞു. അതിനും കൂടി മമ്മ എന്നെ പറയും. പറയണമല്ലോ, നീ അല്ലേ എന്നെ മറിച്ചിരുന്നത്? കാരണം നീ അല്ലേ വണ്ടി ഓടിക്കുന്നേ. ഓ അല്ലേ, ആരെയായി പോയി. അയ്യോ പറഞ്ഞ സമയമില്ല, ഞാൻ വണ്ടി എടുക്കുവാണേ. പേടിച്ചിരുന്നോ? ഈ മൂവി എന്താ ഇതുവരെയായിട്ടും തുടങ്ങാത്തേ? അതിന്റെ ഈ ആടൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് സമയമാവും. നീ അടുത്തോട്ട് വന്നേ. എന്താടി അവിടെ ഇരിക്കുന്ന ആ ചെറുക്കനെ കണ്ടില്ലേ? അവൻ കുറേ നേരമായി നമ്മളെ തന്നെ നോക്കുന്നു. എനിക്കെന്തോ അത്ര നന്നായി തോന്നുന്നില്ല. എവിടെ? നീ എന്തായാലും ഇപ്പൊ പുറകോട്ട് തിരിയണ്ട. ഞാൻ പറയുമ്പോൾ നൈസായിട്ടും തിരിയണേ. ശരിയാണോ നമ്മളെ തന്നെ നോക്കുന്നു? എനിക്കെന്തോ വിഷവിശത തോന്നുന്നു. ഒന്ന് പോയി ചോദിച്ചിട്ട് എന്നെ കാര്യം. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. കുറേ നേരമായിട്ട് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ. എടി അത് വായി നോട്ടാന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. ഇത്രയും നേരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവർ രണ്ടുപേരും എന്തിനാ ആ ഗ്ലാസ് വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മളെ വായി നോക്കുന്നില്ലെന്ന് മനസ്സിലാക്കാതിരിക്കാനായിട്ടാണ് അവന്മാരെ കണ്ണാടി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്മാർക്ക് ഡൗട്ട് അടിക്കും. നീ വേഗം ഇങ്ങോട്ട് തിരിയും. കുറച്ചുകൂടി കഴിഞ്ഞൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അവൻ വീണ്ടും നോക്കുവാണെങ്കിൽ ഞാൻ പോയി ചോദിക്കാം. വേണ്ട, ഞാൻ ചോദിക്കാം. വേണ്ട, ഇവർക്കൊക്കെ കിട്ടേണ്ടത് കിട്ടിയാലേ പഠിക്കൂ. അതാ പറഞ്ഞ, ഞാൻ തന്നെ ചോദിക്കാം. ശരി. വേറൊരു കുട്ടി കൂടി വന്നു. നീ അമ്മമാർ ആ കുട്ടീനെ വല്ലാതെ നോക്കുന്നു. കൂട്ടനെ തന്നെ പോയി ചോദിക്കാം. വാ. എവിടെ? വാടി, ഇപ്പൊ തന്നെ ചോദിക്കാം. ആ കുട്ടിയോട് കാര്യം പറ. കുട്ടി നീയോ? ശരിയാണോ നെസ? നീയോ? നിങ്ങളായിരുന്നോ? അതെ. ഞങ്ങൾ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ വിളിച്ചേ. എന്താ? നമ്മുടെ പുറകെ ഇരിക്കുന്ന 2 ചെക്കന്മാരെ കണ്ടോ? അവർ കുറെ നേരമായിട്ട് നമ്മളെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് നിന്നെ കുറെ നേരമായിട്ട് നമ്മളെ കൂടുതൽ നോക്കുന്നോണ്ട് ചോദിക്കാൻ പോവാ. ഞങ്ങള് നിന്നോട് പറഞ്ഞത്. എന്നാ ഞാനും വരുന്നു. അത് വേണ്ട, നീ വിട്ടിരുന്നോ? നിക്ക്, ഞാനൊന്ന് ജോയും ഡാനിയലിനെ ഒന്ന് വിളിച്ച് പറയാം. അവരെന്തായാലും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കാണും. ശരി, വേഗം വിളിക്ക്. ഞാൻ അപ്പോഴത്തേക്കും പോയി ചോദിക്കാം. ഹലോ ജോ. ജോ, നീ ഡാനിയലിനെ കൂട്ടി പെട്ടെന്ന് അഭിനയ തിയേറ്ററിലേക്ക് വാ. അതെ, ലുലു മാളിനുള്ളിലുള്ള അഭിനയ തിയേറ്റർ. അങ്ങോട്ട് വാ. ഫ്ലോറോ? 6ാമത്തെ ഫ്ലോറ്. വേഗം നിക്ക്. 6ാമത്തെ ഫ്ലോറിലെ ഫസ്റ്റ് റൂം അല്ലേ? 3ാമത്തെ റൂമാണ് ഞങ്ങളുടെ തിയേറ്റർ. ഓക്കെ. താനെന്താ കുറേ നേരമായി ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു? ഞങ്ങൾ കുറേ നേരമായി നിങ്ങളെ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾ കുറേ നേരമായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഒറ്റത്താണോ നിങ്ങൾ തിരിഞ്ഞിരിക്കുന്ന കണ്ടില്ലല്ലോ. അയ്യോ പെങ്ങളെ, ഞങ്ങൾക്ക് കണ്ണ് കാണില്ല. ഓഹോ, 2 കണ്ണ് കാണാത്ത സുഹൃത്തുക്കൾ ഒരുമിച്ചിരിക്കുന്നോ? ഞാനിത് ആദ്യമായിട്ടാ കാണുന്നേ. അതെ പെങ്ങളെ, ശരിക്കും ഞങ്ങൾക്ക് കണ്ണ് കാണില്ല. ഇനിയിപ്പോ ആൾക്ക് ശരിക്കും കണ്ണ് കാണില്ലെങ്കിലോ? ഇതൊന്നുമല്ല, അടവാ. കണ്ടപ്പോഴേ നിനക്ക് മനസ്സിലായില്ലേ? സത്യം പറ, എന്തിനാ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നേ? നിങ്ങൾക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ലല്ലോ. അയ്യോ ഇല്ല പെങ്ങളെ, എത്ര തവണ പറയണം? നീ എന്തിനാ ഞങ്ങളെ വിളിപ്പിച്ചേ? അല്ല, ഇതെന്താ ട്രീസ് അവരോട് പോയി ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്? ഇനി എന്താ കാര്യം തിരേസ്? വേഗം നിന്ന് പറ. ഇവരുടെ ചുമ്മാ ടെൻഷൻ കേട്ടിട്ട് എന്താ കാര്യമെന്ന് പറ. അത് പിന്നെ ഡാനിയൽ പിന്നെ ജോ 2 ചെറുക്കന്മാരെ കണ്ടു. കുറെ നേരമായി ആ കൊച്ചിനെ ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു.
ഞങ്ങൾ തിരിഞ്ഞിരുന്നു. 1/2 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഞങ്ങൾ നോക്കി നിന്നില്ല, വേഗം പോയി ചോദിച്ചു ട്രീസ. ഞാൻ അപ്പോഴത്തേക്ക് നിന്നെ വിളിച്ചു. നിങ്ങളും കൂടി വന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ചെന്ന് ചോദിക്കും. ആ അങ്ങനെയാണോ? ആരാ എൻ്റെ പെങ്ങളെയും പിന്നെ നിന്നെയും അങ്ങനെ നോക്കിയെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അതെ, ആരാ അവൻ എൻ്റെ പെങ്ങളെയും ട്രീസേനെയും അങ്ങനെ നോക്കുന്ന? വാട ഡാനിയൽ, പോയി ചോദിക്കാം. ട്രീസ നീ മാറി നിൽക്ക്. ട്രീസ ഇനി നീ ഇങ്ങോട്ട് മാറ്, ഞാൻ ചോദിക്കാം അവന്മാരോട് ചോദിക്കേണ്ട രീതിയിൽ. അതെ ട്രീസ, മാറിങ്ങോട്ട്. അവന്മാരോട് ഇങ്ങനെ ഒന്നും ചോദിച്ചാൽ അവന്മാർ പറയില്ല. സത്യം പറയടാ, നിങ്ങൾക്ക് കണ്ണ് കാണത്തില്ലേ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഇപ്പോൾ പോലീസിനെ വിളിക്കും. അതല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യും. വേഗം പറയടാ, നിങ്ങൾക്ക് കണ്ണ് കാണുമോ ഇല്ലയോ? അയ്യോ ചേട്ടാ, അതല്ലല്ലേ, ഞങ്ങൾക്ക് കണ്ണ് കാണും. ഞങ്ങൾ വെറുതെ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോടാ വെറുതെ പറയുന്നത്? അവർ വന്ന് ചോദിച്ചിട്ട് നിങ്ങളെന്താ പറയാനത്? അതെന്താ, അവർക്കിവിടെ പരിഗണനയില്ലേ? ഞങ്ങൾ വന്ന് ചോദിച്ചാലേ നീ പറയത്തുള്ളൂ? പെണ്ണുങ്ങളായാലും എന്ത്, ആണുങ്ങളായാലും എന്ത്, ഒരെണ്ണം അത് തന്നതാ. അവർ ഏതിനാന്ന് നിങ്ങൾക്കറിയാവൂ. അവർക്ക് 2 പേർക്കും മാർഷൽ ആർട്സ്, കളരി അങ്ങനെ എല്ലാം അറിയാം. ഒന്ന് നിങ്ങളുടെ അടുത്ത് പ്രയോഗിച്ചാൽ നിങ്ങൾ പിന്നെ കാണത്തില്ല. അതെ, നിങ്ങൾക്ക് കണ്ണ് കാണാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞ് കണ്ണാടിയിൽ വെച്ച് ഈ തിയേറ്ററിൽ വന്നിരുന്ന് അവർ 3 പേരെയും നോക്കിക്കൊണ്ടിരിക്കുന്നതിന്? പറ.